ഹായ് വാട്സ്ആപ്പ് ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ നമുക്കൊരു എളുപ്പമൊരു വഴി പറഞ്ഞുതരാം. ചിലവരെല്ലാം ഡിസ്ട്രോസ് ഒക്കെ ഇങ്ങനെ മാറ്റിയിട്ട് കളിക്കാറുണ്ട്. വിൻഡോസ്, ലിനക്സ്, അങ്ങനെ പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെൻഡ്രൈവ് എപ്പോഴും ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഫുൾ ടൈം എപ്പോഴും ഫോർമാറ്റ് ചെയ്യേണ്ടി. ഇപ്പം അങ്ങനെ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഒറ്റ പെൻഡ്രൈവ് ഉപയോഗിച്ച് തന്നെ എല്ലാ ഡിസ്ട്രോസും ഫോർമാറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ വെൻഡോയിൽ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അവിടെ പോകുക. അവിടെ നിന്ന് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഈ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിരിക്കുന്നത് അതിൻ്റെതായ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഫയലിനകത്ത്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സിപ്പ് ഫയൽ ക്ലിക്ക് ചെയ്യുന്ന ജിറ്റ് ആപ്പിൽ പേജിൽ പോവും. അവിടെ പോയിട്ട് ഈ അസറ്റ്സിൽ സിപ്പ് ഡൗൺലോഡ് ചെയ്യുക, വിൻഡോസിന് വേണ്ടിയുള്ള സിപ്പ്. അപ്പോൾ ഞാൻ വിൻഡോസ് കറന്റ് റൺ ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ളിൽ സിപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഫോൾഡർ കിട്ടും. അതിന് എക്സ്ട്രാക്ട് ചെയ്യുക, അവിടെ എക്സ്ട്രാക്ട് ചെയ്യുക. ആൻഡ് ഡൂയിങ് ഓൺ ദിസ് ഹിയർ. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം vendor.disk2.exe എന്നൊരു ഫോൾഡറാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് പെൻഡ്രൈവിനെ കണക്ട് ചെയ്തിട്ട് 4 GB പെൻഡ്രൈവ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഫോർമാറ്റ് ആവും, അതിനകത്ത് വല്ല ഉണ്ടെങ്കിൽ ഫോർമാറ്റ് ആയി പോകും. ഫോർമാറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സംഭവം ഒന്നുമില്ല, അത് ഇപ്പോൾ ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പെൻഡ്രൈവിലേക്ക് ഇനി ഏത് വോയിസ് എടുത്ത് ചുമ്മാ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതപ്പം ഞാനിപ്പം വേറൊരു ഇത് ഡെബിയൻ്റെ ആണെന്ന് തോന്നുന്നു. നെറ്റ് ഇൻസ്റ്റാളർ ISO ഡെബിയൻ്റെ. ഓക്കെ, പെൻഡ്രൈവ്. ഓക്കെ, പെൻഡ്രൈവ് ഇല്ലേ, ഒരു മിനിറ്റ്, അവിടെ ഉണ്ട്. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പം ഇതിപ്പോൾ ഒരു പെൻഡ്രൈവ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിൽ റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നമ്മളിപ്പം അതിനെ ഫോർമാറ്റ് ചെയ്ത് അതിനെ പഴകേണ്ട ആവശ്യമില്ല. ഒരു വോയിസിന് വേണ്ടി റിസർവ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഏത് ദിവസം ഇതാകുമ്പം ജസ്റ്റ് നമ്മൾ ISO ഫയൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ, പെൻഡ്രൈവിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ്. ഇപ്പം കാണിച്ചിതിപ്പം ബൂട്ട് ചെയ്യണ കാണിച്ചു തരണമെങ്കിൽ എനിക്കിപ്പോൾ പീസ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് കാണിക്കാൻ പറ്റത്തില്ല. അറിയാം, ഇപ്പം ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ബൂട്ട് മെനു കയറി ബൂട്ട് ചെയ്തെടുത്താൽ മതി സാധനം. മേ ബി ഞാൻ അതിൻ്റെ ബാക്കിൽ ഒരു ക്ലിപ്പ് അപ്പ് ടച്ച് ചെയ്തേക്കാം, അതായിരിക്കും വൃത്തി. ബൂട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തി. ഇത്രയേ ഉള്ളൂ. പെൻഡ്രൈവിനകത്ത് കയറി കഴിഞ്ഞാൽ, വിൻഡോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ISO ഫയൽ ഇങ്ങനെ കിടക്കും. ഇപ്പം എനിക്ക് വേറൊരു ISO ഫയലും കൂടെ ഉണ്ട്. ഞാൻ രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കാം, രണ്ടെണ്ണം ഇട്ട് നോക്കാം. എനിക്കിപ്പം ഫെഡോറയുടെ XFCE ഉണ്ട്, MX Linux ഉണ്ട്. MX Linux ഇതിൻ്റെ അകത്തുണ്ട്. MX Linuxൻ്റെ KD എഡിഷൻ. ഓക്കെ, അതിൻ്റെ KD 2 എഡിഷൻ കിടക്കുന്നു. ഇത് സാധാ MX Linux കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തുണ്ടെന്ന് ഇതും വിൻഡോയും പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് വാച്ച് ചെയ്തിട്ട് കൂട്ടിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും ഇപ്പം ചെയ്തിട്ടുണ്ട്. പീസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട്. പാസ്വേഡ് ചോദിക്കാം, അത് അടിച്ച് കയറണമെങ്കിൽ പറ്റത്തുള്ളൂ. എനിവേ ചെയ്ത് നോക്കാം, ബൂട്ട് ചെയ്ത് നോക്കാം. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഞാനൊരു ഇതിൽ ഫോറത്തിൽ കണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ വർക്കാവുമെന്നും പറഞ്ഞു. പാസ്വേഡ് ഇതിൻ്റെ ബൂട്ട് മെനു എഡിറ്റ് ചെയ്യണതിൻ്റെ പാസ്വേഡായത്. നമുക്ക് ജെറ്റ്. ഓക്കെ, പെൻ ഡ്രൈവിൻ്റെ ബൂട്ട് ഓർഡർ കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക.
അത്രേ ഉള്ളൂ. എം എക്സ് ലിനക്സ് ഫേമർ ഡെവി എന്താ വിൻഡോ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കാം. രണ്ട് ലൈനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. എം എക്സ് ലിനക്സ് ക്ലിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്കാം. ഇപ്പം ഞാനിപ്പം നമുക്ക് എം എസ് ലിനക്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. വിൻഡോ ഊട്ടിൻ നോർമൽ മോഡ്, ടോപ്പ് മോഡ്, ഊട്ടിൻ നോർമൽ മോഡ്. ചെയ്ത് കഴിഞ്ഞാൽ എം എക്സ് ലിനക്സിൽ പോകും. വൈറ്റ് ഫ്ലവർ. അതേപോലെ ഡബ്ബിൻ്റെ ക്ലിക്ക് ചെയ്താൽ ഡബ്ബിലും പോകും. ഇത്രേ ഉള്ളൂ ഈ വീഡിയോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നിങ്ങൾ ജസ്റ്റ് കോപ്പി ഡ്രാഗ് ആൻഡ് പേസ്റ്റ് ചെയ്താൽ പെൻഡ്രൈവ് 8 GB വേണമെങ്കിൽ ഏതോണം ചെയ്യാൻ പറ്റും. വെട്ടടിക്കുന്നുണ്ട്. This is a Max. എന്തായാലും ഇപ്പം ചെയ്തിട്ടുണ്ട്. ഫീസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ കുഴപ്പമുണ്ട്. പാസ്വേഡ് ചോദിക്കാം, അത് അടിച്ച് കയറണം, അങ്ങനെ പറ്റത്തുള്ളൂ. എനിവേ ചെയ്ത് നോക്കാം, ബൂട്ട് ചെയ്ത് നോക്കാം. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഞാനൊരു ഇതിൽ ഫോറത്തിൽ കണ്ടതാണ് ഇങ്ങനെ ചെയ്ത വർക്കാവുമെന്നും പറഞ്ഞു. പാസ്വേഡ് ഇതിൻ്റെ ബൂട്ട് മെനു എഡിറ്റ് ചെയ്യണതിൻ്റെ പാസ്വേഡായത്. നമുക്ക് ഓക്കെ, പെൻ ഡ്രൈവിൻ്റെ ബൂട്ട് ഔട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. എം എക്സ് ലിനക്സ് ഫേമർ ഡെവി എന്താ വിൻഡോ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കാം. രണ്ട് ലൈനിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എം എക്സ് ലിനക്സ് ക്ലിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്കാം. ഇപ്പം ഞാനിപ്പം നമുക്ക് എം എസ് ലിനക്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. വിൻഡോ ഊട്ടിൻ നോർമൽ മോഡ്, ടോപ്പ് മോഡ്, ഊട്ടിൻ നോർമൽ മോഡ്. ചെയ്ത് കഴിഞ്ഞാൽ എം എക്സ് ലിനക്സിൽ പോകും. വൈറ്റ് ഫ്ലവർ. അതേപോലെ ഡബ്ബിൻ്റെ ക്ലിക്ക് ചെയ്താൽ ഡബ്ബിലും പോകും. ഇത്രേ ഉള്ളൂ ഈ വീഡിയോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് കോപ്പി ഡ്രാഗ് ആൻഡ് പേസ്റ്റ് ചെയ്താൽ പെൻഡ്രൈവ് 8 GB വേണമെങ്കിൽ ഏതോണം ചെയ്യാൻ പറ്റും. വെട്ടടിക്കുന്നുണ്ട്. This is a Max.